തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വീണ്ടും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ ദൈവാത്മാവ് തരുന്ന എല്ലാ അനുവാദങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തിരുസന്നിധിയിൽ വിനയപ്പെട്ട് നിങ്ങളോടുകൂടെ ആയിരിക്കുന്നു. നാളുകളായി നാം ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. സ്ഥിരമായി കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് സ്തോത്രം. നിങ്ങളെ മറ്റുള്ളവരെ കൂടെ കേൾക്കാനായിട്ട് ഒരു ആൻഡ്രോ ഓപ്പറേഷൻ, മറ്റുള്ളവരെ കൂടെ കേൾക്കാനുള്ള ഒരു വഴി ക്രമീകരിച്ചു കൊടുക്കണം. അതിൽ നിന്നൊക്കെ ചില ഗുണങ്ങൾ ഉണ്ടാകും കേട്ടോ. ദൈവത്തിന് സ്തോത്രം. കാരണം ഞാനങ്ങനെ പറയുന്നത് അനേക സ്ഥലങ്ങളിൽ നിന്ന് അനേകർ വിളിക്കുന്നത് അതൊരു ധൈര്യം തരുന്ന വാക്കുകളാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അത് പ്രയോജനപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അവിടെ ഞാൻ വിസ്താരങ്ങളിലേക്ക് കടക്കുന്നില്ല. ദൈവം തന്ന വചനം നിങ്ങളോട് ഒന്നിച്ച് പങ്കിടുവാൻ താല്പര്യപ്പെടുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി ചോദിക്കാം. കർത്താവേ സ്തോത്രം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗപിതാവേ, നീ വഴി ഞങ്ങൾക്ക് ഒരു നന്മയില്ല കർത്താവേ. ഞങ്ങൾ വിനയപ്പെട്ട് നിന്റെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. കടാക്ഷിക്കണം, വിടുവിക്കണം, രക്ഷിക്കണം, ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. പ്രത്യേകിച്ച് ഈ മണിക്കൂറുകളിൽ എൻ്റെ മാറ്റമില്ലാത്ത വചനം എഴുതപ്പെട്ട ആത്മാവിൽ കർത്താവെ പറയുവാനുള്ള ദൈവകൃപ എളിയവന് തരണേ കർത്താവെ സ്തോത്രം. എൻ്റെ ആത്മാവിൻ്റെ ശക്തിയിലും ദൈവരുടെ ജ്ഞാനത്തിലും നിർത്തണം. പരിശുദ്ധാത്മാവ് തന്നെ സ്ഥലവും നിയന്ത്രിക്കണം. ദൈവീയ അഭിഷേകം തന്നാട്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവജനം കേൾക്കുന്ന എല്ലാ നിന്റെ മക്കളെയും കർത്താവെ ദൈവാത്മാവിനാൽ സന്ദർശിച്ച് വചനം വിടുതലിനും അനുഗ്രഹത്തിനും കാരണമാണ്. എല്ലാം അങ്ങ് മഹത്വത്തിനായി തീരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ സ്ഥിരമായി ശ്രവിക്കുന്നവർക്കറിയാം നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ ശ്രവിച്ചത്, ഇനി എന്താ ശ്രവിക്കാൻ പോകുന്നത് എന്നൊക്കെ അടുത്തത് കേൾക്കുമ്പോൾ ശ്രമിക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രാർത്ഥന എന്ന വലിയ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിച്ചത് അല്ലേ. ആത്മീയ ജീവിതത്തിലെ അതിപ്രധാനമായ ഒരു വിഷയമാണ് പ്രാർത്ഥന എന്ന് ഞാൻ ഓർപ്പിച്ചു. അല്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം, പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ പറ്റത്തില്ല. നോ ലൈഫ് വിത്തൗട്ട് പ്രയർ. എന്നാൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി, പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ദൈവഭക്തനായിരുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം. ആ മേഖലയിൽ പാപിയുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് എന്താണ്, അതിൻ്റെ കാരണം ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് അതിനെ തുടർന്ന് അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന കേൾക്കുന്നത് ഏത് പ്രാർത്ഥനയാണ് എന്നുള്ളതാണ് നമ്മൾ ചെയ്തത്. അല്ലെങ്കിൽ സക്സസ്ഫുൾ പ്രയർ, വിജയകരമായ പ്രാർത്ഥന, ഫലം തരുന്ന പ്രാർത്ഥന, കർത്താവ് കേൾക്കുന്ന പ്രാർത്ഥന, ഇതിനൊക്കെ വേണേൽ നമുക്ക് പറയാം. അതെങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് നമ്മൾ ഈ മിനിറ്റുകളിൽ ചിന്തിക്കാൻ, ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും, അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടിയാൽ തുറക്കും, ചോദിച്ചാൽ തരും എന്നൊക്കെ വചനമുണ്ട് അല്ലേ. പ്രാർത്ഥനയ്ക്കൊക്കെ അത് ഉത്തരം തരുമെന്ന് ദൈവവചനം ഉള്ളപ്പോൾ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും പിന്നെ അതിൻ്റെതായ കാരണങ്ങളും നാം ചിന്തിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ വിജയകരമായ ദൈവം അംഗീകരിക്കുന്ന പ്രാർത്ഥനയുടെ മേഖലയിൽ വാട്ട് ഈസ് ദ വേ ദാറ്റ് വി ഷുഡ് പ്രേ, ഏത് വിധത്തിൽ പ്രാർത്ഥിക്കണം എന്നാണ് നാം ധ്യാനിക്കാനായി പോകുന്നത്. അതിനാധാരമായി ആരംഭത്തിൽ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായത്തിൽ നിന്നാണ് വായിക്കുന്നത്. യെരമ്യാ ചാപ്റ്റർ 29 verse 12 and 13. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സീക്ക് ദി ലോർഡ്, പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥന കേൾക്കാൻ എന്താ വേണം? പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണം, അന്വേഷിക്കണം. ഇല്ലേ? അങ്ങനെയാണോ? എന്നുവെച്ചാൽ പാർഷ്യലായിട്ടുള്ള പ്രാർത്ഥനയല്ല, ഭാഗികമായിട്ടുള്ള പ്രാർത്ഥനയല്ല, പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ എന്ന് വെച്ചാൽ എന്തോ മനസ്സിലാക്കിയേക്കും. ഒരിക്കൽ ഒരു പരീക്ഷ വൈദികൻ യേശുവിൻ്റെ അടുക്ക് വന്ന് ചോദിച്ചു, കർത്താവേ, യേശുവേ ഗുരു, ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാ?
കർത്താവ് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടിയൊക്കെ സ്നേഹിക്കുക. ഇതാ ന്യായപ്രമാണത്തിൻ്റെ ഏറ്റവും വലിയ കൽപ്പന. അപ്പം കർത്താവ് പറഞ്ഞു, നില്ല തീർന്നില്ല, ഇച്ചിരൂടെ എന്തുവാ, കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കും. ഇതിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. എന്നർത്ഥം എന്നാ? ന്യായപ്രമാണം എന്ന് പറയുന്നത് പഞ്ചഗ്രന്ഥം, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 കാണാൻ ന്യായപ്രമാണം. പിന്നെ പ്രവാചകന്മാർ മുന്നോട്ടുള്ള സക്കറിയ വരെയുള്ള 16 പ്രവാചകന്മാർ. ഇതെല്ലാം ഇതിനകത്ത് ഈ പറഞ്ഞ വാക്യത്തിലുണ്ടെന്ന് അർത്ഥം. എന്ന് വെച്ചാൽ എന്നാ? ഈ 2 കൽപ്പന, ഒന്ന് ദൈവത്തെ സ്നേഹിക്കുക, മറ്റ് മനുഷ്യനെ സ്നേഹിക്കുക. The totality of the total kind of the whole commandment of God comes in this. കർത്താവിന്റെ സകല കൽപ്പനകളും ഇതിനകത്ത് അടങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളുടെ മണ്ഡലങ്ങളിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സന്നിധി പ്രാർത്ഥിക്കണം എന്നാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ആശ്രയം മറ്റാർക്കും പങ്കുവയ്ക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ പൂർണ്ണ ഹൃദയത്തോടെ വന്നോണം. പകുതി അവിടെയും പകുതി ഇവിടെയും. ഇതിലെ ഒന്ന് നോക്കാം, ശ്രമിക്കാം, കിട്ടുമെന്ന് നോക്കട്ടെ, ഇല്ലേ അപ്പുറത്ത്. നോ അത് നടക്കത്തില്ല കേട്ടോ. വളരെ ദുഃഖത്തോടെ പറയട്ടെ, ആത്മീയരെന്ന് പറയുന്ന പലരിലും പറ്റുന്നൊരു വിന. കുറച്ചുനാൾ പ്രാർത്ഥിച്ച് മറുപടി ഇല്ലെങ്കിൽ ആരെങ്കിലും വന്ന് പറയും, ഇന്നടത്ത് ഇന്ന പോലെ. ദൈവവചനത്തിൽ പറയാത്ത കാര്യമാണ്, അത് ഞാൻ ഇവിടെ ഒന്നുകൊണ്ട് പറയുന്നില്ല. അതിലേക്ക് ചായുന്ന എത്ര പേരുണ്ട്? തെറ്റല്ലേ? ശരിയാകത്ത്. അത് അനുഗ്രഹത്തിന് പകരം ശാപമായി തീരും കേട്ടോ. അപ്പം അത് വളരെ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കും. ദൈവം തന്റെ മഹത്വം മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ തന്നെ സ്നേഹിക്കണം. കാൽവറി നമുക്ക് വേണ്ടി പരമയാഗമായി തന്ന രക്തം ചിന്തി വീണ്ടെടുത്ത അപ്പം ആ ഒരു സ്നേഹം നമുക്ക് ദൈവത്തോട് ഉണ്ടായിരിക്കണം. ദിവസനിധി വരുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാനായി ദൈവം നമുക്കിടയാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ സർവശക്തിയിൽ ആശ്രയിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധി പ്രാർത്ഥിക്കാൻ ഇടയാകണം. അപ്പോഴേ ദൈവം പ്രാർത്ഥന കേൾക്കൂ, പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കും. നമ്മളിങ്ങനെ പൂർണ്ണ ഹൃദയത്തോടാണോ പ്രാർത്ഥിക്കുന്നതെന്ന് ചിലക്കൊരു ചിന്ത. അതെങ്ങനെ ദൈവം അറിയുമോ? ഒക്കെ ദൈവത്തിന് അറിയാം. 139 സങ്കീർത്തനം പറയുന്നു, നീ അങ്ങ് പോയി പാർത്താൽ, അങ്ങ് സമുദ്രത്തിന്റെ അറ്റത്ത് എന്നാൽ, ഭൂമിയുടെ അറ്റത്ത് എന്നാൽ അവിടെ എനിക്ക് കാണാം. ഇല്ലയോ? ഇരുട്ട് പോലും മറവായിരിക്കുന്നില്ല. ആന്നോ? ഞാൻ വേദവസം ചിന്തിക്കുന്ന ഒരു കാര്യം, നദനയിൽ ഒന്ന് സംസാരിച്ചപ്പോൾ, നീ അത്തിയുടെ കീഴിൽ ഇരിക്കും മുമ്പേ എനിക്കറിയാം, അവിടെ വെച്ചാൽ നിന്നെ കണ്ടു അല്ലേ? കർത്താവ് പറഞ്ഞു, ഓർക്കുന്നു? അത് തന്നെയല്ല, സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഊഴിയിട്ട് പായുന്ന മീനിന്റെ തലയിലിരിക്കുന്ന ദ്രഹ്മപ്പണം കണ്ടവനാ കർത്താവ്. അങ്ങനെയാണെങ്കിൽ നിന്റെ സകല കാര്യവും ദൈവത്തിന് അറിയാം കേട്ടോ. പൂർണ്ണ ഹൃദയത്തോടാണോ, പകുതി ആശ്രയം മറ്റിടത്ത് വെച്ചാണോ, അങ്ങനെ പോയ ചിലരെ കുറിച്ചൊക്കെ എനിക്കറിയാം, പതിവ് പറയാൻ പറ്റത്തില്ല, പറയുന്നില്ല. വിശ്വാസികളോട് ഓർപ്പിക്കുകയാണ്, തെറ്റിദ്ധരിക്കല്ല. അല്ലെങ്കിൽ നിങ്ങൾ മിസ്ലീഡ് ചെയ്യപ്പെടരുത്. എന്ന് വെച്ചാൽ തെറ്റിലേക്ക് പോകരുത്. നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം തരാൻ, പ്രാർത്ഥന കേട്ട് മറുപടി തരാൻ കഴിവുള്ള ദൈവം. എപ്പോഴും ഓർക്കണം, ഈ അണ്ടഹടാങ്ങളെ സൃഷ്ടിച്ച ദൈവം ഒരു കൊച്ചു ദൈവമാണോ? സമുദ്രത്തിൽ പെരുവഴി ഒരുക്കിയ ദൈവമല്ലേ? ഒത്തിരി കാര്യം പറയാനുണ്ട്. ആട്ടെ, വിശ്വാസികളാണല്ലോ കൂടുതലും ശ്രദ്ധിക്കുന്നത്. ആ ദൈവത്തിന് മുമ്പാകെ മറ്റെങ്ങും ആശ്രയം വയ്ക്കാതെ, കർത്താവേ, പ്രവാചകൻ യിരെമ്യാ പ്രവാചകൻ പറയുന്ന പോലെ 17-ാം അധ്യായത്തിൽ പറയും, യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ വിഷയം, പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ 2 ദിനവൃത്താന്തം 7:14 എന്തുവാ? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുകളഞ്ഞ് എൻ്റെ മുഖം അന്വേഷിച്ച് എങ്കിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി. അതെ, ദൈവം പ്രാർത്ഥന കേൾക്കണമെങ്കിൽ വിനയത്തോടെ പ്രാർത്ഥിക്കണം. അതൊരു വലിയ പാപം വിട്ട് കളയണം, അത് അതിനകത്തുള്ളതാ. പാപം വെച്ച് കേൾക്കത്തേ ഇല്ല. ദുർമാർഗങ്ങളെ വിട്ട് കളഞ്ഞ് നിങ്ങൾ തങ്ങളെ തന്നെ താഴ്ത്തി
നമ്മുടെ ദൈവം ആരാ? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഉന്നതനായ ദൈവമല്ലേ, സകലവും നല്ല ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന കർത്താവല്ലേ. ആ ദൈവത്തിനടുക്ക് ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞു തന്നാൽ ദൈവം കേൾക്കും? കർത്താവേ, ഒന്നുമില്ല, ഐ ആം നോബഡി, ഞാൻ ആരുമല്ല, എനിക്ക് തന്നെ ഒരു നിലനിൽപ്പില്ല. ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, കർത്താവെ, ഒരു നിമിഷം പോലും എൻ്റെ കയ്യിൽ നിന്ന് വിടല്ലേ, എനിക്ക് തന്നെ നിൽക്കാൻ പ്രാണിയില്ല. ഉന്നതനായ ദൈവം, ആ ദൈവത്തിന് തന്നെ നമുക്ക് വിനയപ്പെടാം. വിനയപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കേട്ടോ, ദൈവത്തിന് സ്തോത്രം. അല്പം കൂടി തെളിച്ച് പറഞ്ഞാൽ, നമ്മൾ 33-ാം സങ്കീർത്തനത്തിൽ 18-ാം ഭാഗത്തിലും 34-ാം സങ്കീർത്തനം 18-ാം ഭാഗത്തിലും ഒക്കെ ഒരു കാര്യം രേഖപ്പെടുത്തി. എന്തുവാ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കും. ബ്രോക്കൺ ഹാർട്ട്. ആരുടെയാ ഹൃദയം നുറുങ്ങുന്നേ? കഠിന ഹൃദയം നുറുങ്ങുമോ? വിനയമുള്ളവന്റെ ഹൃദയമേ നുറുങ്ങത്തുള്ളൂ. കേട്ടോ, അവന്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരത്തുള്ളൂ. നാം ഓർത്തോണം, ദൈവമേ സ്തോത്രം, കരയാൻ കണ്ണുകളിൽ കണ്ണുനീരുണ്ടാകട്ടെ. ശാരീരിക പ്രശ്നങ്ങളും വീട്ടിലെ പ്രശ്നം വരുമ്പോൾ കരയുന്ന കാര്യമല്ല, ദൈവസന്നിധിയിൽ ദൈവസ്നേഹം ഓർത്ത് കരയാൻ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാന്ന് പാട്ടുകാരൻ പറഞ്ഞില്ലേ? ആ സ്നേഹം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തെ ഒന്ന് ഓർക്കുമ്പോൾ ഒന്ന് കണ്ണു നനയുമോ? അപ്പോൾ ആ റിലേഷൻ അങ്ങ് ശരിയാകും. അപ്പം അതുകൊണ്ടായി പറയുന്നത്, God so loved the world that he gave his only begotten son. ലോകത്തെ അത്രയധികം സ്നേഹിച്ചെന്ന. ഇതൊക്കെ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു പറഞ്ഞ് ഞങ്ങൾ തള്ളിക്കള. ഇതൊക്കെ റിയാലിറ്റി, യാഥാർത്ഥ്യങ്ങളാണ്. അത് അനുഭവിക്കാൻ കഴിയണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, കരുണ ചെയ്യണേ. അഹങ്കാരത്തിന്റെ മണ്ഡലങ്ങളെ ഒന്നും വരല്ലേ. ഒന്നും പ്രശംസിക്കാനില്ലല്ലോ. പണം ഉണ്ടെങ്കിൽ എന്തോ വേണം, എത്ര നേരത്തേക്കാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കര എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും മനുഷ്യനോട് ഒരു തുള്ളി രക്തം ഒരിടയിലും ഓടുന്നതിനിടയ്ക്കൊന്ന് നിന്ന് പോയാൽ സംഗതിക്ക് വേറെ പേരാ പറയുന്നത്. കേട്ടോ, ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ കേൾക്കാനിടയായി. ആരാ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? 6 ലിറ്റർ രക്തം ഇങ്ങനെ മൈലുകൾ യാത്ര ചെയ്ത് സംക്രമണം ചെയ്ത് ഒരു പ്രശ്നമില്ലാതെ നടത്തുമ്പോൾ ദൈവത്തിന്റെ കരുണയല്ലേ സഹോദരങ്ങളെ? ഹല്ലേലൂയ. ശാന്തമായി വിനയപ്പെടാം. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, 51-ാം സങ്കീർത്തനം 16-17 അനുതാപത്തിന്റെ സങ്കീർത്തനമാണല്ലോ 51-ാം സങ്കീർത്തനം. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, കർത്താവേ, ഹനനയാകം നീ ഇച്ഛിക്കുന്നില്ല, ഹോമയാഗത്ത് നിനക്ക് പ്രസാദവുമില്ല. ഇല്ല, ഞാൻ അർപ്പിക്കുമായിരുന്നു. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ ദൈവജനമേ, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഈ മണിക്കൂറുകൾ ഓർമ്മിപ്പിക്കട്ടെ. നുറുങ്ങിയ ഹൃദയത്തോട് ദൈവസന്നിധിയിൽ അടുത്ത് വരാൻ, കരയുവാൻ കഴിയട്ടെ. കണ്ണുനീര് കണ്ട് മറികടന്നു പോകാത്തൊരു ദൈവം ഇങ്ങനെ ജീവിത വിഷയങ്ങൾ ഇടപെടുന്നു. ഞാൻ പറയുമ്പോൾ വേദനയോടെ പ്രാർത്ഥിക്കുന്ന അനേകരെ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു ധൈര്യത്തോടെ നിങ്ങൾക്കോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, കർത്താവ് നിന്നെ കൈവിടത്തില്ല. കണ്ണുനീര് കണ്ട് മറികടന്നു പോകാത്തൊരു ദൈവം. അവൻ നിന്നെ കണ്ണുനീര് തുടയ്ക്കുന്നവനാകട്ടോ. പെട്ടെന്ന് നീ ഉദ്ദേശിക്കുന്ന സമയത്ത് നടന്നില്ലെങ്കിലും ദൈവം അതിന് മറുപടി തരും. ധൈര്യപ്പെടെ. അനേകരെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളും ദേശങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഞങ്ങൾ വിളിക്കാറുണ്ട്. അവരുടെയൊക്കെ വിഷയങ്ങൾ കേട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത വ്യക്തികളാണ്. പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ കരഞ്ഞു പോകാറുണ്ട്. എന്താ? ദൈവത്തിൻ്റെ ഇടപെടൽ അതിലുള്ളതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. ധൈര്യമായിരിക്കെ. കണ്ണുനീര് പാട്ട് പാടാൻ എനിക്ക് താല്പര്യം വരുന്നുണ്ട്. കണ്ണുനീരവൻ തുടച്ചിടുമേ, കരുണയിൻ കരം നീട്ടിടുമേ, എൻ്റെ കാൽവറി നാഥനേശു മതി നിന്റെ പാരങ്ങൾ തീർക്കാൻ.
നിന്റെ പാപങ്ങൾ തീർക്കാൻ എല്ലാം മതിയായ ഒരു ദൈവം. ആ ദൈവമായിട്ടുള്ള നല്ല ബന്ധത്തിലായിരിക്കാൻ ഒന്നുകൂടൊന്ന് പുതുക്കി പ്രതിഷ്ഠിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഞാൻ എടുത്തു പറയട്ടെ, കഠിന ഹൃദയന്മാരുടെ പ്രാർത്ഥനയല്ല, നുറുങ്ങിയ ഹൃദയത്തോടെ വിനയഹൃദയത്തോടെ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. ദൈവത്തിന് സ്തോത്രം. പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം, വിനയത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. 3 മർക്കോസ് 11:24 നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ലഭിച്ചു എന്ന വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാന്ന് പറഞ്ഞല്ലേ, പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കും. ഈ വിശ്വാസം എന്ന് പറയുന്ന ആത്മീയ ജീവിതത്തിന്റെ വലിയൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അല്ല, നോട്ട് പ്രധാനമൊന്നല്ല, ദാറ്റ് ഈസ് ഇറ്റ്, മുഴുവൻ അതാ. പുതിയ നിയമം നമ്മൾ പരിശോധിക്കും, പഴയ നിയമം അബ്രഹാം മുതൽ വിശ്വാസം ഉണ്ടെങ്കിലും പുതിയ നിയമത്തിന്റെ നമ്മൾ പാഠങ്ങൾ പഠിക്കുമ്പോൾ മുഴുവൻ അനുഗ്രഹത്തിന്റെ വാതിലുകൾ തുറക്കുന്ന താക്കോലാണ് ആ വിശ്വാസം. പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസത്തോടാണോ പ്രാർത്ഥിക്കുന്നത്, അതോ അവിശ്വാസം കടന്നു വരുമോ? ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇനി എന്തുവാ? വിശ്വാസം എന്നതും ആശിക്കുന്നതിനൊപ്പം കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണെന്നാ ലേഖന കർത്താവ് പറയുന്നു, അല്ലേ? അപ്പോൾ ആ ഒരു വലിയ ധൈര്യം, കണ്ടിട്ടില്ല പക്ഷെ ഒരു വിശ്വാസം, അത് നടക്കും, അത് എത്തിപ്പിടിക്കും, അല്ലേ? എന്ന് വെച്ചാൽ എന്നാ അർത്ഥം? മാനുഷികമായ ഇനി ഒരു രക്ഷയുമില്ല. അല്ലെങ്കിൽ മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഓ ഇനി രക്ഷയില്ല. അല്ല, ഡോക്ടർമാർ വിധി എഴുതി ഇതിനി ശരിയാകത്തില്ല. അപ്പോഴും വിശ്വസിക്കുക, നോ 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 നോ, ഉദ്ധാരണങ്ങളുടെ ദൈവം, മരണത്തിൽ നിന്ന് നീക്കിപ്പോക്കുന്ന ദൈവം, തരുന്ന ദൈവം, ICUവിൽ നിന്ന് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയുള്ള ഒരു ദൈവം. കഴിയുമോ പ്രാർത്ഥിക്കാൻ? എന്താ നമ്മൾ അവസാന നിമിഷവും പ്രാർത്ഥിക്കുന്നത്? വെന്റിലേറ്ററാന്ന് പറയുമ്പോഴും എന്തിനാ പ്രാർത്ഥിക്കുന്നത്? അവിടെയും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവം. സ്തോത്രം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ലാസറിന്റെ കല്ലറയ്ക്കൽ എന്താ കർത്താവ് എന്ന് പറഞ്ഞേ? മാർത്തയും മറിയയും കൂടെ ഒക്കെ എന്തുവാ പറഞ്ഞേ? അവനെ വെച്ചത് എവിടെയെന്ന് കർത്താവ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, യോ എന്തിനാ ചോദിക്കുന്നത്, വെച്ചിട്ട് 4 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. ഇനി വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആസ്കിങ്? നീ ചോദിച്ചിട്ട് എന്നാ കാര്യം? കർത്താവ് എന്താ പറഞ്ഞു? വിശ്വസിക്കുക. Just believe. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കണ്ടോ? മഹത്വം കണ്ടോ? കണ്ടു. സ്തോത്രം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നമ്മുടെ ജീവിതത്തിന് മണ്ഡലങ്ങളിൽ മെക്കാനിക്കലായിട്ടുള്ള പ്രാർത്ഥനയല്ല, യാന്ത്രികമായിട്ടുള്ള പ്രാർത്ഥനയല്ല. യെസ്, അപ്പനും മക്കളും എന്നുള്ള ബന്ധത്തോടെ അടുത്തു വന്നിരുന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുകയല്ലേ. നമ്മുടെ ഭൗതിക ഭൂമിയിലെ അപ്പനോട് പറയുന്നതിനേക്കാൾ ധൈര്യത്തോടെ പറയാൻ ഈ ഒരു സ്ഥലം. അതുകൊണ്ടാ സാധുശിവാക്യത്തെ നമ്മൾ യഹോവയുടെ നാമം ബലമുള്ള ഗോപുരമാകട്ടോ, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും. Righteous will run to it and find help. ആ മേഖലയിലുള്ള ഒരു ബന്ധം നമുക്കുണ്ടോ? ഞാൻ പറഞ്ഞ എൻ്റെ കർത്താവ് കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്കായി തിരുമുമ്പിൽ വരുന്നിതാ എന്ന് പറഞ്ഞല്ലോ. ദൈവനാമം മഹത്വപ്പെടട്ടെ. തിരുസന്നിധിയിൽ വിനയത്തോടെ പ്രാർത്ഥിക്കാൻ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ ഇടയാകുന്നെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവത്തിന്റെ സ്തോത്രം. തീർന്നില്ല. വിശുദ്ധ 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 21-22 നമ്മൾ വായിക്കുമ്പോൾ പ്രാർത്ഥനയുടെ വേറൊരു മേഖല എഴുതിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് എന്ത് ചെയ്താലും അവങ്കിൽ നിന്ന് ലഭിക്കും.
If our heart doesn't condemn us, we have confidence with our God. ഒരു വലിയ വിഷയം. ഹൃദയം കുറ്റം വിധിക്കരുത്. ദൈവസന്നിധി വരുമ്പം കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചല്ലേ, ഹൃദയം പരമാർത്ഥമായിരിക്കണം. അതിനകത്തൊന്നും കാണല്ലേ ആ കണക്ഷൻ കിട്ടുന്നതിന് തടസ്സമായിട്ട് കുറ്റം വിധിക്കുന്ന ഒന്നും. എങ്കിലേ ദൈവം പ്രാർത്ഥന കേൾക്കത്തുള്ളൂ കേട്ടോ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇതൊരു വലിയ വിഷയമാണ്. പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഹൃദയത്തെ കുറ്റം വിധിക്കുന്ന യാതൊന്നും കാണരുത്. ക്ലിയർ ആയിരിക്കണം. ചെയ്തു പോയ തെറ്റിനെ, ഏതെങ്കിലും ഒരു തെറ്റിനെ കുറിച്ചുള്ള ബോധം നമ്മുടെ ഉള്ളത്തിൽ കടന്നാൽ കുറ്റബോധം ഉണ്ടാവും, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്താ വേണം? കുറ്റമറ്റ മനസാക്ഷിയോടെ വേണം വരാൻ പ്രാർത്ഥിക്കാൻ. ഹൃദയം കുറ്റം വിധിക്കാൻ ഇടവരല്ല. ദാറ്റ് മീൻസ് ദൈവസന്നിധി വരുമ്പം ബലഹീനതയുള്ള മനുഷ്യന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നാം തിരുവചനത്തിൽ വായിക്കുന്നു, കുഞ്ഞുങ്ങളെ ഒരുവൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. സ്തോത്രം. ആ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അവൻ നമ്മെ സഹായിക്കും കേട്ടോ. അതിനായി പ്രാർത്ഥിക്കണം. കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിന് സ്തോത്രം. You got to get reconciled with God before you come to the holy throne. ശുദ്ധയാഗപീഠത്തിന് മുമ്പിൽ, ദൈവത്തിന്റെ ആ ഉന്നതമായ സിംഹാസനത്തിന് മുമ്പിൽ നീ വരുന്നതിന് മുമ്പായി ദൈവമായിട്ട് നിരന്നേ വരാവും. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ യേശുവിന്റെ രക്തത്തെ മറിഞ്ഞ് വിടുതൽ പ്രാപിപ്പാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ അതിനോട് ചേർന്ന് വായിക്കുകയാണ്. എന്തുവാ? അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് നാം എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതിനാ. കൽപ്പനകളെ പ്രമാണിച്ച് എന്ത് യാചിച്ചാലും അവന് ലഭിക്കും. അവന് പ്രസാദമുള്ളത് എന്തോ അതിന്റെ താഴെ എഴുതിയേക്കുന്ന അവന്റെ കൽപ്പനയോ കർത്താവിൽ വിശ്വസിക്കുകയും മറ്റുള്ളവരെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതെ, നമുക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിനെ നമ്മൾ വിശ്വസിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അധികാരം കൊടുത്തു എന്ന ആ പ്രാരംഭം മുതൽ ഇങ്ങോട്ട് വിശ്വാസം മുമ്പേ ഞാൻ പറഞ്ഞത് വളർന്ന് വരണം. മനസ്സിലായി? അപ്പോൾ തന്നെ ഒരു ഉത്തരവാദിത്വമുണ്ട്, മറ്റുള്ളവരെ സ്നേഹിക്കണം. കർത്താവ്, ഞാൻ പുതിയ നിയമത്തെ കർത്താവ് ഒരു പുതിയ കൽപ്പന തന്നു, മറ്റുള്ളവരെ സ്നേഹിക്കാൻ. ഇന്ന് നഷ്ടപ്പെട്ടു പോയതാ. എല്ലാവരും സ്വയമായിട്ടുള്ള കമ്പാർട്ട്മെന്റ് പണിയുക. പണ്ടത്തെ സ്നേഹവും ആർദ്രതയും കരുണയും ഒക്കെ ഉണ്ടോ? ദൈവം പ്രവർത്തിക്കട്ടെ. കർത്താവേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുക. അന്ധകാരം നിറഞ്ഞ ലോകത്ത് മറ്റെന്തോ കൊണ്ട് പിടിക്കാൻ. അന്യോന്യമുള്ള ബന്ധങ്ങള് വന്നുപോയ വീഴ്ചകളൊക്കെ ഒന്ന് ക്ഷമിച്ച് കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയട്ടെ. സഹജീവികളെ സ്നേഹിക്കാൻ ദൈവമേ ഹൃദയത്തിന് വലിയ ഒരു ധൈര്യവും പ്രാഗൽഭ്യം ലഭിക്കുന്ന അന്തരീക്ഷങ്ങളിലേക്ക് ഞങ്ങളെ നടത്തണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവമേ സ്തോത്രം. അവിടെ ദൈവസേനയെ പ്രാർത്ഥിക്കുമ്പോൾ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ സഹജീവികളെ സ്നേഹിക്കുന്ന ആ ഹൃദയത്തോടുകൂടെ ദൈവസേനയെ പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി ലഭിപ്പാൻ കർത്താവെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? 4 കാര്യങ്ങൾ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കണമേ. വിജയകരമായ പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങളിൽ നമ്മുടെ ജീവിതം കെട്ടുപണി ചെയ്യാൻ വിനയത്തോടെ, ഹാലേലിയ, കുറ്റമറ്റ മനസാക്ഷിയോടെ, നുറുങ്ങിയ ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധി നമുക്ക് അടുത്ത് വരാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനേ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹ ഭണ്ഡാരത്തിൻ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ
യാചന. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനം ശ്രദ്ധിക്കുന്നല്ലോ. നിങ്ങൾക്ക് ധൈര്യമായി വീണ്ടും കൃപാസനത്തിലേക്ക് അടുത്ത് വരാം. അല്ലാതെ തെറ്റ് വന്നു പോയവരെ അത് വിനയപ്പെട്ട് അത് കറക്റ്റ് ചെയ്ത് ദൈവത്തിന് യഥാസ്ഥാനപ്പെടാൻ ഇടയാകട്ടെ. ദൈവമേ കരുണ ചെയ്യണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നീക്ക് തരുന്ന നല്ല വചനങ്ങൾക്കായി സ്തോത്രം. വലിയവനായ ദൈവവുമായി ബന്ധപ്പെടാൻ അങ്ങ് ഒരുക്കിയിരിക്കുന്ന മഹത്വകരമായ വഴിയാണല്ലോ പ്രാർത്ഥന. എന്നാൽ ആ പ്രാർത്ഥന അങ്ങ് എത്തുന്നില്ലെങ്കിൽ, അത് കേൾക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് രക്ഷയില്ല. ഈ സത്യം മനസ്സിലാക്കി കർത്താവേ വിജയകരമായി പ്രാർത്ഥിച്ച് ജയിച്ചു മുന്നേറാൻ ഈ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് പരിവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവത്തിന് ഞങ്ങൾ വിനയപ്പെട്ട് വീണ്ടും പ്രാർത്ഥിക്കുന്നു. വിടുതലിന് ദൈവം കൂടെ ഇരുന്ന് അനുഗ്രഹിച്ച് എല്ലാവരെയും മുന്നോട്ട് നടത്തണമേ. അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ നമ്മെ പ്രാർത്ഥനയിൽ കൂടെ ശക്തി പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് ഒരുങ്ങി നിൽക്കാൻ, അനേകരെ ഒരുക്കുവാൻ ദൈവം ഇതിന്റെ വരവിനായി കാത്തിരുന്നു കൊള്ളാൻ എല്ലാവരെയും സഹായിക്കും. ജീവിത ഭാരങ്ങളിൽ ഭാരപ്പെടുന്ന വേദനിക്കുന്ന അനേകരെ ശ്രമിക്കുന്നുണ്ടല്ലോ. പിന്നെ മക്കളുടെ വിഷയങ്ങൾക്ക് കണ്ണുനീർ കാണുന്ന ദൈവം വിടുതൽ കൊടുത്ത് സഹായിക്കുമല്ലോ. നന്ദി കർത്താവേ. തിരുനാമം മഹത്വപ്പെടണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.